ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. PSC സ്മാർട്ട് വർക്കേഴ്സിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയുള്ള പരിശീലനം തകൃതിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ, അതുപോലെ തന്നെ CPU തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് വളരെ പ്രധാനമേറിയ ഒരു ഏരിയ ആണ് നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത്. കമ്പ്യൂട്ടർ മെമ്മറി അല്ലെങ്കിൽ മെമ്മറി യൂണിറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട് ഡിഗ്രി ലെവൽ എക്സാമിനേഷന് കൂടുതൽ ആഴത്തിലുള്ള ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഈ പറയുന്ന കമ്പ്യൂട്ടർ മെമ്മറി എന്നറിയപ്പെടുക. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ട ഒരു ഏരിയ കൂടിയാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യമേ മെമ്മറി എന്താണെന്ന് നോക്കാം. മെമ്മറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിലെ സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മെമ്മറി എന്ന് വിളിക്കുക. ഇനി ഒരു കമ്പ്യൂട്ടറിൽ ഇത്തരത്തിലുള്ള എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ബിറ്റുകളുടെ രൂപത്തിലാണ്. അപ്പോൾ ബിറ്റ് എന്താണെന്ന് സംശയം ഉണ്ടാവും. ഒരു 0 അല്ലെങ്കിൽ ഒരു 1, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഒരു ബിറ്റ് എന്ന് വിളിക്കുക, അല്ലെ? ഒരു 0 അല്ലെങ്കിൽ ഒരു 1. നമ്മൾ കമ്പ്യൂട്ടറിൽ എല്ലാ തരത്തിലുള്ള ഡാറ്റയും, അതിനിപ്പോൾ വീഡിയോ ആയിക്കോട്ടെ, ഓഡിയോ ആയിക്കോട്ടെ, ടെക്സ്റ്റ് ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള ഡാറ്റയും നമ്മൾ ബിറ്റുകളുടെ രൂപത്തിലാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 1കളുടെയും 0കളുടെയും രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ ആണേ? ഇനി ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടർ മെമ്മറിയെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അത് ഏതൊക്കെയാണ്? പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ഈ തരംതിരിവിന്റെ ഒരു ബേസ് എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കുക. നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിലെ CPU ഇല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ആ ഒരു CPU, ആ CPUവിന് ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ കഴിയുന്ന മെമ്മറിയാണ് നമ്മൾ പ്രൈമറി മെമ്മറി എന്ന് വിളിക്കുക. ശ്രദ്ധിച്ച് കേട്ടാട്ടെ, നമ്മുടെ കമ്പ്യൂട്ടറിലെ CPUവിന് ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ കഴിയുന്ന മെമ്മറി യൂണിറ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്രൈമറി മെമ്മറി എന്ന് വിളിക്കുക. പ്രധാനമായിട്ടും അതിൻ്റെ അകത്ത് റാം റോമും ഒക്കെയാണ് വരുന്നത്. എന്നാൽ സെക്കൻഡറി മെമ്മറിയിലുള്ള ഒരു ഡാറ്റ CPUവിന് ആക്സസ് ചെയ്യണമെങ്കിൽ അത് ആദ്യമേ പ്രൈമറി മെമ്മറിയിലേക്ക് കോപ്പി ആവണം. അവിടെ നിന്നാണ് ആര് ആക്സസ് ചെയ്യുന്നത്? CPU ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ സ്ലൈഡിലുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. മെമ്മറി ഈസ് ആൻ ഏരിയ ഇൻ എ കമ്പ്യൂട്ടർ വേർ ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ്. ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇൻ എ കമ്പ്യൂട്ടർ മെമ്മറി, ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ബിറ്റ്സ്. മെമ്മറി ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി. അപ്പൊ അവിടെ ആ തരംതിരിവിന്റെ ബേസ് എന്താണെന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇനി പ്രൈമറി മെമ്മറി എന്താണ്? പ്രൈമറി മെമ്മറിയുടെ മറ്റ് 2 പേരുകളാണ് മെയിൻ മെമ്മറി അല്ലെങ്കിൽ ഇന്റേണൽ മെമ്മറി. ശ്രദ്ധിക്കുക, പ്രൈമറി മെമ്മറി ഈസ് ഓൾസോ നോൺ ആസ് മെയിൻ മെമ്മറി ഓർ ഇന്റേണൽ മെമ്മറി. ഓക്കെ, ഇനി പ്രൈമറി മെമ്മറിയാണ് CPUവിന് ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ കഴിയുക. അപ്പോ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ വേണ്ട അത്യാവശ്യം വേണ്ട ഫയലുകളായിരിക്കും എന്തിൻ്റെ അകത്ത് ഉണ്ടാവുക? പ്രൈമറി മെമ്മറിക്കകത്ത് ഉണ്ടാവുക. അതിവിടെ 2ാമത്തെ പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പ്രൈമറി മെമ്മറി ഹോൾഡ്സ് ഓൺലി ദോസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഓൺ വിച്ച് കമ്പ്യൂട്ടർ ഈസ് കറന്റ്ലി വർക്കിംഗ്. കമ്പ്യൂട്ടർ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ പ്രവർത്തിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ഡാറ്റയും ഇൻസ്ട്രക്ഷൻസുമാണ് നമ്മൾ എന്തിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്? പ്രൈമറി മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. അപ്പൊ ആ ഫയലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും 3 കാറ്റഗറിയാണ് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഈ പ്രൈമറി മെമ്മറിയിലുള്ള ഫയലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 കാറ്റഗറിയാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS നമ്മൾ പറയും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലുകൾ തീർച്ചയായിട്ടും എന്തിൻ്റെ അകത്ത് വേണം? പ്രൈമറി മെമ്മറിക്കകത്ത് വേണം. കാര്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിലേ കമ്പ്യൂട്ടർ പ്രവർത്തിച്ചു തുടങ്ങത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ഡാറ്റ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ട് പ്രദർശിപ്പിക്കേണ്ട ഡാറ്റ, അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യേണ്ട ഡാറ്റ, ഈ ഡാറ്റയും താൽക്കാലത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന ഇതിൻ്റെ അകത്ത് തന്നെയാണ്, പ്രൈമറി മെമ്മറിക്കകത്ത് തന്നെയാണ്. അപ്പോൾ നമുക്കതിങ്ങനെ പറയാം, പ്രോസസിങ് ഡാറ്റ എന്ന് പറയാം. നമ്മളിപ്പോൾ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ, പ്രോസസിങ് ഡാറ്റ. പിന്നെ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതും നമ്മുടെ പ്രൈമറി മെമ്മറിക്കകത്ത് തന്നെ കാണും. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റണ്ണിങ് എന്ന് നമുക്ക് പറയാം. അതായത് പ്രസന്റ്ലി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്തിൻ്റെ അകത്ത് കാണും? പ്രൈമറി മെമ്മറിക്കകത്ത് കാണും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, പ്രൈമറി മെമ്മറി വളരെ പ്രാധാന്യമേറിയ ഒരു സ്ഥലമാണ് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം. കാരണം CPUവിന് ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ കഴിയുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. അതുകൊണ്ട് തന്നെ പ്രൈമറി മെമ്മറിയെ വേറെ 2 പേരുകളിൽ നമ്മൾ വിളിക്കാറുണ്ട്. ഏതൊക്കെയാണ്? മെയിൻ മെമ്മറി എന്നും ഇന്റേണൽ മെമ്മറി എന്നും വിളിക്കാറുണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ ഇപ്പൊ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെയാണ് എന്തിൻ്റെ അകത്ത് ഉണ്ടാവുക? ഈ പറയുന്ന പ്രൈമറി മെമ്മറിക്കകത്ത് ഉണ്ടാവുക. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 3 കാറ്റഗറി ആണുള്ളത്. ഒന്ന്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 2, പ്രോസസിംഗ് ഡാറ്റ. 3, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇത്രയും ഫയലുകളാണ് പ്രൈമറി മെമ്മറിക്കകത്ത് ഉണ്ടാവുക. ഇനി ഈ പ്രൈമറി മെമ്മറിക്ക് അങ്ങനെ അനന്തമായിട്ടുള്ള കപ്പാസിറ്റി ഒന്നുമില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ.
ആൻഡ് ഇത് വൊളറ്റൈൽ ആണെന്നും കൂടെ നമുക്ക് പറയേണ്ടി വരും. ഈ പ്രൈമറി മെമ്മറിക്കുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പോരായ്മ എന്താണ്? അത് വൊളറ്റൈൽ ആണെന്നാണ്. അതായത് പവർ ഓഫ് ആയി കഴിയുമ്പോൾ ഡാറ്റ നഷ്ടപ്പെടുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു മെമ്മറി കൂടിയാണ് ഏത് പ്രൈമറി മെമ്മറി. ഇറ്റ് ഹാസ് ലിമിറ്റഡ് കപ്പാസിറ്റി ആൻഡ് ഡാറ്റ ഗെറ്റ് ലോസ്റ്റ് വെൻ ദ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പ്രൈമറി മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയല്ലോ. ഇനി കൂടുതൽ വസ്തുതകളിലേക്ക് പോവാം. ശ്രദ്ധിക്കുക, വായിച്ചു നോക്കാം. എ കമ്പ്യൂട്ടർ കനോട്ട് റൺ വിത്തൗട്ട് എ പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറി കൂടാതെ കമ്പ്യൂട്ടറിന് റൺ ചെയ്യാനേ കഴിയില്ല. കാരണം സി പി യുന് ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ ഏതാണ്? പ്രൈമറി മെമ്മറിയാണ്. അപ്പൊ പ്രൈമറി മെമ്മറി ഇല്ലാതെ ഒരു കമ്പ്യൂട്ടർ ഒരിക്കലും പ്രവർത്തിക്കില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇനി അടുത്ത പോയിന്റ്, സോ പ്രൈമറി മെമ്മറി ഈസ് കൺസിഡേർഡ് ആസ് ഹൈ സ്പീഡ്, ലോ സ്റ്റോറേജ് ആൻഡ് വോളറ്റൈൽ മെമ്മറി. ശ്രദ്ധിക്കണേ, ഹൈ സ്പീഡ് മെമ്മറിയാണ്, പക്ഷേ വളരെ തുച്ഛമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് അതിൻ്റെ അകത്തുള്ളൂ. എന്നാൽ അത് വോളറ്റൈലും കൂടിയാണ്. വോളറ്റൈൽ എന്ന് പറയുമ്പോൾ അറിയാലോ, പവർ ഓഫ് ആകുമ്പോൾ ഡാറ്റ നഷ്ടപ്പെടുന്നു. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വോളറ്റൈൽ മെമ്മറി എന്ന് വിളിക്കുക. ഓക്കെ, ദ മെമ്മറി യൂണിറ്റ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദ സി പി യു ഡയറക്ട്ലി ഈസ് പ്രൈമറി മെമ്മറി. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സി പി യു ആയിട്ട് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏതാണ്? പ്രൈമറി മെമ്മറിയാണ്. ഇനി ശ്രദ്ധിക്കുക, ഈ പ്രൈമറി മെമ്മറിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി അത് ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്കൊരു ടെക്നോളജി ഉണ്ട്, ഒരു ടെക്നിക് ഉണ്ട്. അതിനെയാണ് നമ്മൾ വിർച്വൽ മെമ്മറി അല്ലെങ്കിൽ വിർച്വൽ സ്റ്റോറേജ് എന്ന് വിളിക്കുക. ശ്രദ്ധിക്കുക, വിർച്വൽ സ്റ്റോറേജ് അല്ലെങ്കിൽ വിർച്വൽ മെമ്മറി എന്താണ്? ഇതൊരിക്കൽ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് അതിന്റെ ഇൻട്രോ മാത്രം മനസ്സിലാക്കുക. ദ ടെക്നിക് ദാറ്റ് എക്സ്റ്റെൻഡ്സ് ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് മെയിൻ മെമ്മറി ബിയോണ്ട് ദ ആക്ച്വൽ സൈസ് ഓഫ് ദ മെയിൻ മെമ്മറി ഈസ് കോൾഡ് വിർച്വൽ സ്റ്റോറേജ്. അതായത് കാര്യം ഇത്രയേ ഉള്ളൂ, പ്രൈമറി മെമ്മറിക്ക് ലിമിറ്റഡ് കപ്പാസിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ പ്രൈമറി മെമ്മറിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി ഒരു പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിപ്പിക്കുന്ന ടെക്നോളജിയാണ് ഏത്? ഈ പറയുന്ന വിർച്വൽ മെമ്മറി. ഓക്കെ ആണ്, സെറ്റാണ് എത്രയും കാര്യങ്ങൾ. നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. ഇനി പ്രൈമറി മെമ്മറിയിൽ പ്രധാനമായിട്ടും രണ്ട് ആൾക്കാരാണുള്ളത്. ഏതൊക്കെയാണ്? റാൻഡം ആക്സസ് മെമ്മറി എന്നറിയപ്പെടുന്ന റാം, അതുപോലെ തന്നെ റീഡ് ഓൺലി മെമ്മറി എന്നറിയപ്പെടുന്ന റോം. അപ്പൊ കമ്പ്യൂട്ടർ പ്രവർത്തിച്ച് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഫയലുകളാണ് ഈ റോമിന്റെ അകത്ത് ഉണ്ടാവുക. പ്രത്യേകിച്ചും ആ ബൂട്ടിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫയലുകളാണ് എന്തിന്റെ അകത്ത് ഉണ്ടാവുക? റോമിന്റെ അകത്ത് ഉണ്ടാവുക. എന്നാൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ അത്യാവശ്യം വേണ്ട ഫയലുകളാണ് റാമിന്റെ അകത്ത് ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പ്രോസസിംഗ് ഡാറ്റ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഇതെല്ലാം തന്നെ എന്തിന്റെ അകത്തായിരിക്കും ഉണ്ടാവുക? റാമിന്റെ അകത്ത് ഉണ്ടാവുക. പ്രധാനമായിട്ടും പ്രൈമറി മെമ്മറിയെ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു. അത് ഏതൊക്കെയാണ്? റാമും റോമും ആണ്. റാൻഡം ആക്സസ് മെമ്മറി എന്നറിയപ്പെടുന്ന റാം, റീഡ് ഓൺലി മെമ്മറി എന്നറിയപ്പെടുന്ന റോം. കമ്പ്യൂട്ടർ പ്രവർത്തിച്ച് തുടങ്ങാനായിട്ട്, അതായത് ബൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേണ്ട ഇൻസ്ട്രക്ഷൻസും ഡാറ്റയൊക്കെ എന്തിന്റെ അകത്താണ് ഉണ്ടാവുക? റോമിന്റെ അകത്താണ് ഉണ്ടാവുക. എന്നാൽ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ അത്യാവശ്യം വേണ്ട ഫയലുകളാണ് എന്തിന്റെ അകത്ത് ഉണ്ടാവുക? റാമിന്റെ അകത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറിക്കകത്ത് ഉണ്ടാവുക. ഓക്കെ ആണ്, സെറ്റാണ് അത്രയും കാര്യങ്ങൾ. ശരി, ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഇനി റാമിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ്. ശ്രദ്ധിക്കുക, റാമിനെ തന്നെ നമ്മൾ മെയിൻ മെമ്മറി എന്ന് വിളിക്കാറുണ്ട്. കാര്യം ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്മറിയാണ് റാം. അതുകൊണ്ട് മെയിൻ മെമ്മറിയുടെ അടിസ്ഥാന ഘടകവും റാം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മെയിൻ മെമ്മറി എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ നമ്മൾ റാമിനെയും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി റാം ഇൻവെന്റ് ചെയ്ത വ്യക്തിയുടെ പേരാണ് അടുത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. റോബർട്ട് ഡെന്നാർഡ്. മറന്നു പോകണ്ട, റോബർട്ട് ഡെന്നാർഡ്. ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഇനി ചോദിച്ചാലോ, റാം ഇൻവെന്റ് ചെയ്ത വ്യക്തിയുടെ പേരെന്താണ്? അല്ലെങ്കിൽ റാം ഡെവലപ്പ് ചെയ്ത വ്യക്തിയുടെ പേരെന്താണ്? റോബർട്ട് ഡെന്നാർഡ് എന്നാണ്. ഇനി ശ്രദ്ധിക്കുക, ഈ റാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കമ്പ്യൂട്ടറിനകത്തെ മദർ ബോർഡിനകത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? റാം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അടുത്ത ചോദ്യം വരും, എന്ത് കുന്തമാണ് ഈ മദർ ബോർഡ് എന്ന്? അല്ലേ, മദർ ബോർഡ് വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മുടെ സി പി യു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി, നമ്മുടെ ആ ഒരു വലിയ പെട്ടിക്കകത്താണ് നമ്മുടെ സി പി യു ഉള്ളത്. ആ പെട്ടിയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ക്യാബിനറ്റ് എന്നാണ്. അല്ലേ, ക്യാബിനറ്റ് എന്നാണ്. ഈ പെട്ടിക്കകത്ത് വിവിധ കോമ്പണൻസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ട് ബോർഡ് കാണാം. ഞാനത് ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദേ എന്റെ പുറകിലേക്ക് നോക്കിയാൽ മതി. അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഒരു വലിയൊരു സർക്യൂട്ട് ബോർഡ് കാണുന്നില്ലേ? ആ സർക്യൂട്ട് ബോർഡിലാണ് ഈ പറയുന്ന റാം ആണെങ്കിലും റോം ആണെങ്കിലും അതേപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ആണെങ്കിലും അതുപോലെ ഈ പറയുന്ന സി പി യു ചിപ്പ് ആണെങ്കിലും ഒക്കെ എംബഡ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന സർക്യൂട്ട് ബോർഡിന്റെ അകത്താണ്. അപ്പൊ റാം എവിടെയാന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ കമ്പ്യൂട്ടറിനകത്തെ മദർ ബോർഡിനകത്ത് തന്നെയാണ് എന്തും സ്ഥിതി ചെയ്യുന്നത്? ഈ പറയുന്ന റാമും സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, റാം ഈസ് യൂസ്ഡ് ഫോർ ടെമ്പററി സ്റ്റോറേജ് പർപ്പസ്. കാരണം വ്യക്തമാണല്ലോ, കാര്യം ഇവിടെ റാം നമ്മൾ യൂസ് ചെയ്യുന്നത് ടെമ്പററി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിലേക്ക് പെർമനന്റ് ആയിട്ട് നമുക്ക് ഡാറ്റ ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് വോളറ്റൈൽ മെമ്മറിയാണ്. ഇതിലുള്ള ഡാറ്റ പവർ ഓഫ് ആയി കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് താൽക്കാലിക ആവശ്യങ്ങൾക്ക് മാത്രമേ എന്ത് ഉപയോഗിക്കാൻ കഴിയൂ സുഹൃത്തുക്കളെ? റാം ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇനി ബോത്ത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഈസ് പോസിബിൾ ഇൻ റാം, സോ ഇറ്റ് ഈസ് നോൺ ആസ് റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി. അതായത് ഈ റോമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിന്ന് ഡാറ്റ റീഡ് ചെയ്തെടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ.
റോമിലേക്ക് പുതുതായിട്ട് ഡാറ്റ ഒന്നും തന്നെ റൈറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് റോമിനെ നമ്മൾ വിളിക്കുന്നത് റീഡ് ഓൺലി മെമ്മറി എന്നാണ്. എന്നാൽ റാമിന് കുഴപ്പമില്ല. അതിൽ നിന്ന് ഡാറ്റ നമുക്ക് റീഡ് ചെയ്തെടുക്കാനും പറ്റും, അതിലേക്ക് ഡാറ്റ നമുക്ക് റൈറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പൊ അതുകൊണ്ട് റീഡിങ്ങും റൈറ്റിങ്ങും രണ്ടും നടക്കുന്നതുകൊണ്ട് റീഡ് ഓർ റൈറ്റ് മെമ്മറി അല്ലെങ്കിൽ റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നൊക്കെ അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? റാം തന്നെയാണ്. ഇനി ശ്രദ്ധിക്കുക റാമിന്റെ അടുത്ത പോയിന്റുകൾ. റാം ഈസ് എ വോളറ്റൈൽ മെമ്മറി. ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ എ റാം ഗെറ്റ് ലോസ്റ്റ് വെൻ ദ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. അപ്പൊ കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഡാറ്റ നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇനി ശ്രദ്ധിക്കുക, ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറി നീഡ്സ് എ പീരിയോഡിക് റീഫ്രഷ് എന്നാണ് ചോദ്യം. എസ് റാം, ഡി റാം, റോം, ഓൾ ഓഫ് ദ എബോ, ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തത്. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഡി റാം ആണ്. ഏതാടാ? ഡി റാം ആണ്. അപ്പോ ഇവിടെ നമ്മൾ ആക്ച്വലി പഠിക്കേണ്ട ഒരു പോയിന്റ് പറയാനാണ് ഈ ചോദ്യം ആദ്യമേ തന്നത്. അതായത് ഈ റാമിനെ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാറുണ്ട്. എസ് റാം അഥവാ സ്റ്റാറ്റിക് റാം, അതേപോലെ തന്നെ ഡി റാം അഥവാ ഡൈനാമിക് റാം. അങ്ങനെ പ്രധാനമായിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്ന് വരെ കേരള PSCയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എസ് റാമും ഡി റാമുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് പഠിച്ച് മനസ്സിലാക്കാം. സ്റ്റാറ്റിക് റാം അഥവാ എസ് റാം. സ്റ്റാറ്റിക് റാം is a special type of RAM that contains data as long as the power supply being supplied. അപ്പൊ പവർ ഉള്ളിടത്തോളം കാലം ഡാറ്റ സൂക്ഷിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റാം ആണെന്ന് പറഞ്ഞാൽ അതെല്ലാ റാമും അങ്ങനെ തന്നെയാണ്. എസ് റാം യൂസസ് എ മെട്രിക്സ് ഓഫ് 6 ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് നോ കപ്പാസിറ്റർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് സ്റ്റാറ്റിക് റാമിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ട്രാൻസിസ്റ്റർ സർക്യൂട്ടുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 6 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ കപ്പാസിറ്റർ ഒന്നുമില്ല. ശ്രദ്ധിക്കുക, ട്രാൻസിസ്റ്ററുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് എന്തിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്? ഡാറ്റ സ്റ്റാറ്റിക് റാമിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ട്രാൻസിസ്റ്റർ തന്നെ ഉപയോഗിക്കുന്നുണ്ട്, അത് വളരെയധികം ഫാസ്റ്റർ ആണ്, അതുപോലെ തന്നെ എക്സ്പെൻസീവും ആണ്. ഓക്കെ, ആ ഒരു പോയിന്റും കൂടെ ഓർക്കുക. ഈ എസ് റാമും ഡി റാമും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഫാസ്റ്റർ ആയിട്ടുള്ള റാം എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റാറ്റിക് റാം ആണ്. അതുകൊണ്ട് തന്നെ അത് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ഉപയോഗിക്കുന്നുണ്ട്, എപ്പോഴും അതിനകത്ത് പവർ ഉണ്ടാവും. അപ്പൊ അത് റീഫ്രഷ് ചെയ്യേണ്ട കാര്യമില്ല. എസ് റാം ഡസ് നോട്ട് ഹാവ് ടു ബി പീരിയോഡിക്കലി റിഫ്രഷ്ഡ്. എസ് റാം എന്ത് ചെയ്യേണ്ട കാര്യമില്ല? റിഫ്രഷ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി എസ് റാം ചിപ്പുകൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ക്യാഷ് മെമ്മറിക്കകത്താണ്. ഓർക്കുക, എസ് റാം ചിപ്പുകൾ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതിൻ്റെ അകത്താണ്? ക്യാഷ് മെമ്മറിക്കകത്താണ്. അപ്പോൾ എസ് റാം അഥവാ സ്റ്റാറ്റിക് റാം പീരിയോഡിക്കലി ഡാറ്റ റിഫ്രഷ് ചെയ്യേണ്ടാത്ത റാമാണ്, വളരെ ഫാസ്റ്റർ ആയിട്ടുള്ള റാമാണ്, അതേപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള റാമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഓൺലി ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അതായത് 6 ട്രാൻസിസ്റ്റേഴ്സും അതേപോലെ തന്നെ ഒരു കപ്പാസിറ്റർ പോലും അതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. ട്രാൻസിസ്റ്റർ സർക്യൂട്ടുകളാണ്, അതിനെ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ എന്നും പറയാറുണ്ട് കേട്ടോ. എസ് റാമിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ട്രാൻസിസ്റ്റർ സർക്യൂട്ടുകൾ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉപയോഗിച്ചിട്ടാണ്. മറന്നു പോകണ്ട. ഓക്കെ, ശരി. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു പോയിന്റും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇതിനകത്ത് എപ്പോഴും പവർ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ പവർ കൊടുക്കുന്നതുകൊണ്ട് ഇതിന് പവർ കൺസംഷൻ കൂടുതലാണ്, അങ്ങനെയും നമ്മൾ പറയാറുണ്ട് കേട്ടോ. ഈ എസ് റാം ചിപ്പിൽ എപ്പോഴും നമ്മൾ പവർ കൊടുക്കുന്നുണ്ട്, ഇതിന് പവർ കൺസംഷൻ കൂടുതലാണ്. പവർ കൺസംഷൻ ഈസ് ഹയർ ഇൻ കേസ് ഓഫ് എസ് റാം. ഓക്കെ, ഇനി നമുക്ക് ഡി റാമിലേക്ക് പോകാം. അടുത്ത ഡൈനാമിക് റാം ആണ്. ശ്രദ്ധിക്കുക, ഡി റാം അഥവാ ഡൈനാമിക് റാം. ഡി റാം മസ്റ്റ് ബി കണ്ടിന്യൂസ്ലി റിഫ്രഷ്ഡ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഡാറ്റ. കാരണം ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 1 കപ്പാസിറ്റർ ആൻഡ് 1 ട്രാൻസിസ്റ്റർ. ശ്രദ്ധിക്കുക, ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് പീരിയോഡിക്കലി റിഫ്രഷ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നത്. കാരണം നമ്മളിപ്പോൾ വീട്ടിലുള്ള ഫാനിന്റെ കപ്പാസിറ്ററിന്റെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് അത് ഡിസ്ചാർജ് ആയിപ്പോയി. അതായത് അതിൻ്റെ അകത്തുള്ള ഈ പറയുന്ന ചാർജ് എല്ലാം കൂടെ ഡിസ്ചാർജ് ആയിപ്പോയി, അത് പിന്നെ വർക്ക് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഈ പറയുന്ന ഡിറാമിന്റെ അകത്തുള്ള ഇത്രയധികം കപ്പാസിറ്റി ഒന്നും ഇല്ലാത്ത ചെറിയ ചെറിയ കപ്പാസിറ്ററുകളാണ്. അപ്പൊ ഈ ചെറിയ ചെറിയ കപ്പാസിറ്ററുകൾ ഇടയ്ക്കിടയ്ക്ക് എന്തായി പോകും? ഡിസ്ചാർജ് ആയി പോകും. അപ്പൊ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ടാണ് ഈ കപ്പാസിറ്റർ റീചാർജ് ചെയ്ത് കൊടുക്കേണ്ടതിന്റെ ഒരു ആവശ്യം വരുന്നത്. അപ്പൊ അങ്ങനെ റീചാർജ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റീഫ്രഷ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഈ എസ് റാമും ഡി റാമും അല്ലെങ്കിൽ സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും കമ്പയർ ചെയ്യുമ്പോൾ അതിൽ പീരിയോഡിക്കലി റീഫ്രഷ് ചെയ്യേണ്ടതിന്റെ ആവശ്യമുള്ളത് ഏതിനാണ്? ഈ പറയുന്ന ഡി റാമിനാണ്. കാര്യം അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന എന്താണ്? കപ്പാസിറ്റേഴ്സ് ആണ്. കപ്പാസിറ്റർ ഇടയ്ക്ക് ഡിസ്ചാർജ് ആയി പോകും, അതുകൊണ്ട് അത് റീചാർജ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡി റാം ഈ പറയുന്ന എസ് റാമിനേക്കാളും സ്ലോവർ ആണ്, അതുപോലെ തന്നെ ലെസ് എക്സ്പെൻസീവ് ആണ്. ഇവിടെ ഓർക്കുക, നമ്മൾ കമ്പ്യൂട്ടർ റാമുകളായിട്ട് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഡി റാം ചിപ്പുകളാണ്. ഓർത്തു വെച്ചേക്കുക, കമ്പ്യൂട്ടർ റാമുകളായിട്ട് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്? ഈ പറയുന്ന ഡി റാം ചിപ്പുകളാണ്. മറന്നു പോകില്ലല്ലോ. ശരി, നമുക്ക് അടുത്ത പോയിന്റുകളിലേക്ക് കിടക്കാം. ഇനി ഇത് കൂടാതെ മറ്റ് ചില റെയർ കേസ് ഓഫ് റാമുകളും ഉണ്ട്.
അടുത്ത് നോക്കി വി റാം അഥവാ വീഡിയോ റാം. പേര് സൂചിപ്പിക്കുന്ന പോലെ വീഡിയോ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, സ്പെഷ്യൽ പർപ്പസ് മെമ്മറി യൂസ്ഡ് ബൈ വീഡിയോ അഡാപ്റ്റേഴ്സ് ടു സ്റ്റോർ ഇമേജ് ഡാറ്റ ഫോർ കമ്പ്യൂട്ടർ ഡിസ്പ്ലേ. അതായത് ഇമേജ് ഡാറ്റ, അതായത് ഡിസ്പ്ലേ ചെയ്യേണ്ട ചിത്രം അല്ലെങ്കിൽ വീഡിയോ, അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി റാം അഥവാ വീഡിയോ റാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് സ്പെഷ്യൽ പർപ്പസ് മെമ്മറിയാണ്, എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യാറില്ല. എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കാറ്റഗറിയാണ് ഈ പറയുന്ന എസ് റാമും ഡി റാമും. ഇനി ശ്രദ്ധിക്കുക, എസ് ജി റാം എന്ന് ഒരെണ്ണമുണ്ട്, സിൻക്രണസ് ഗ്രാഫിക്സ് റാം. ഇതെല്ലാം റെയർ പോയിന്റുകളാണ് ബൈ ദ വേ. എസ് ജി റാം അല്ലെങ്കിൽ സിൻക്രണസ് ഗ്രാഫിക്സ് റാം, ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ വീഡിയോ മെമ്മറി. അതും വീഡിയോ മെമ്മറിക്ക് തന്നെയാണ്. അപ്പൊ വി റാം ആണെങ്കിലും എസ് ജി റാം ആണെങ്കിലും വീഡിയോ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ്. അടുത്തത് ആർ ഡി റാം ഉണ്ട്. ആർ ഡി റാമിന്റെ മുഴുവൻ രൂപം റാംബൂസ് ഡൈനാമിക് റാം എന്നാണ്. ഈ റാംബൂസ് എന്ന് പറഞ്ഞാൽ അത് നിർമ്മിച്ച കമ്പനിയുടെ പേരാണ് കേട്ടോ, റാംബൂസ് ഡൈനാമിക് റാം. ഇറ്റ് ഈസ് ഓൾസോ എ വീഡിയോ റാം. അപ്പോൾ 3 വീഡിയോ റാമുകളെയാണ് ഈ സ്ലൈഡിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഏതൊക്കെയാ? ആദ്യത്തേത് വി റാം, വീഡിയോ റാം എന്ന് തന്നെയാണ് അതിന്റെ മുഴുവൻ രൂപം. അടുത്തത് എസ് ജി റാം, സിൻക്രണസ് ഗ്രാഫിക്സ് റാം. അടുത്തത് ഈ പറയുന്ന പോലെ ആർ ഡി റാം അല്ലെങ്കിൽ റാംബൂസ് ഡൈനാമിക് റാം. ഓക്കെ, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ശ്രദ്ധിക്കുക, അടുത്തൊരു എം ഡി റാം ഉണ്ട്, മൾട്ടി ബാങ്ക് ഡൈനാമിക് റാം. സാധാരണ റാമിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇറ്റ് ഓഫേഴ്സ് ഫാസ്റ്റർ ആക്സസ് ടു ഡാറ്റ. റാം ദാറ്റ് ഡിവൈഡ്സ് മെമ്മറി ഇൻ ടു മൾട്ടിപ്പിൾ ഓഫ് 32 KB പാർട്സ് ഓർ ബാങ്ക്സ് ദാറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഇൻഡിവിജ്വലി. അപ്പൊ അതായത് വലിയൊരു റാം ആയിരിക്കും, അതിനെ 32 KB വീതമുള്ള ഡിഫറെന്റ് ബാങ്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ബാങ്കുകളെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മറ്റുള്ള റാമുകളെക്കാൾ കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. അപ്പോൾ ഒരു വലിയൊരു സെറ്റ് ഓഫ് മെമ്മറിയെ ഒറ്റയടിക്ക് കൺസിഡർ ചെയ്യാതെ ഡിഫറെന്റ് ഗ്രൂപ്പുകളാക്കി തിരിച്ച് അല്ലെങ്കിൽ ഡിഫറെന്റ് ബാങ്കുകളാക്കി തിരിക്കുന്ന തരത്തിലുള്ള റാമാണ് എം ഡി റാം എന്ന് ഓർത്താൽ മതി. ഇറ്റ് ഓഫേഴ്സ് ഫാസ്റ്റർ ആക്സസ് ടു ഡാറ്റ. റാം ദാറ്റ് ഡിവൈഡ്സ് മെമ്മറി ഇൻ ടു മൾട്ടിപ്പിൾ ഓഫ് 32 KB പാർട്സ് ഓർ ബാങ്ക്സ് ദാറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഇൻഡിവിജ്വലി. അതാണ് എം ഡി റാം അല്ലെങ്കിൽ മൾട്ടി ബാങ്ക് ഡൈനാമിക് റാം. ഓക്കെ, ഇനി വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, എസ് ഡി റാം. ഇത് ആക്ച്വലി ഡി റാമിന്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ ആണ് കേട്ടോ. ഡി റാമിന്റെ അഡ്വാൻസ്ഡ് വെർഷൻ ആണ് എസ് ഡി റാം. സിൻക്രണസ് ഡൈനാമിക് റാം എന്ന് പറയും, സിൻക്രണസ് ഡൈനാമിക് റാം. ഇത് സാധാരണ ഡി റാമുകളെക്കാൾ കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കുന്നവയാണ്. കാരണം ഇറ്റ് റൺസ് സിൻക്രണസ്ലി വിത്ത് ദ സിസ്റ്റം ക്ലോക്ക്. ഇപ്പൊ സിസ്റ്റം ക്ലോക്ക് ഏത് വേഗത്തിലാണോ പ്രവർത്തിക്കുന്നത് അതേ വേഗത്തിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിവുള്ള റാമാണ് എസ് ഡി റാം. ഡി റാമിന്റെ ഇത്രയോടെ അഡ്വാൻസ്ഡ് വെർഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഡി റാമിനേക്കാൾ ഇത്രയോടെ ഫാസ്റ്ററുമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, എസ് ഡി റാം അഥവാ സിൻക്രണസ് ഡൈനാമിക് റാം, ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ റെഗുലർ ഡി റാം ബിക്കോസ് ഇറ്റ് റൺസ് സിൻക്രണസ്ലി വിത്ത് ദ സിസ്റ്റം ക്ലോക്ക്. സിസ്റ്റം ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് സിൻക്രണസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ എസ് ഡി റാം ഡി റാമിനേക്കാൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്, അഡ്വാൻസ്ഡ് വെർഷൻ ആണ്. അപ്പൊ കുറെ ടൈപ്പ് റാമുകളെ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. ആദ്യം നമ്മൾ പ്രധാനമായിട്ട് 2 കാറ്റഗറി പറഞ്ഞ ഏതൊക്കെയാണ്? എസ് റാമും ഡി റാമും ആണ്. ഇനി അതുകൂടാതെ നമ്മൾ പഠിച്ച കാറ്റഗറി ഏതൊക്കെയാണ്? വി റാം പഠിച്ചു, എസ് ജി റാം പഠിച്ചു, ആർ ഡി റാം പഠിച്ചു, എം ഡി റാം പഠിച്ചു, അതേപോലെ തന്നെ എസ് ഡി റാം പഠിച്ചു. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണേ, സെറ്റ് ആണേ. ഇനി ഒരു റാം ഉള്ളത് ഹെയർ റാം ആണ്. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എന്തുവാടാ ഹെയർ റാം? നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിക്ക് വെടിയേറ്റപ്പോ അദ്ദേഹം അവസാനമായി ഉരുവിട്ട വാക്കുകളാണ് സുഹൃത്തെ ഹേ റാം. എന്നാലും എന്റെ ദൈവമേ, ഇവരെന്നോട് ഇത് ചെയ്തല്ലോ അല്ലേ. അതിന് നമ്മുടെ റാമുമായിട്ട് ബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് വെറുതെ കുറെ ഹൊറർ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് റോമിലേക്ക് കിടക്കാം. റോം അഥവാ റീഡ് ഓൺലി മെമ്മറി. നമുക്കറിയാം മെയിൻ മെമ്മറി എന്ന് പറയുന്ന 2 എണ്ണം കൂടി ചേർന്നിട്ടുള്ളതാണ്, റാമും റോമും കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ റോം റീഡ് ഓൺലി മെമ്മറി എന്നാണ് അതിന്റെ മുഴുവൻ രൂപം. പേര് സൂചിപ്പിക്കുന്ന പോലെ അതിൽ നിന്ന് ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ മാത്രമേ കഴിയൂ, അല്ലെങ്കിൽ ഡാറ്റ റീഡ് ചെയ്തെടുക്കാൻ മാത്രമേ കഴിയൂ. ഇതിലേക്ക് ഡാറ്റ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പറയില്ല, അവർ റേഡിയോ ആണെന്ന് പറയും. അതായത് അവർ പറയുന്ന എല്ലാം നമ്മൾ കേട്ടോണ്ടിരിക്കണം, തിരിച്ചൊന്നും നമ്മൾ അങ്ങോട്ട് പറയാൻ സമ്മതിക്കൂല എന്ന് പറയുന്ന പോലെ തന്നെയാണ് റോമിന്റെ അവസ്ഥ. റീഡ് ഓൺലി മെമ്മറിയാണ്, ഡാറ്റ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, ഡാറ്റ ഒന്നും തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ റോം മീൻസ് റീഡ് ഓൺലി മെമ്മറി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൻ മെമ്മറി പൊതുവേ നമ്മൾ വോളറ്റൈൽ ആണെന്ന് പറയുമെങ്കിലും ഇത് പെർമനന്റ് സ്റ്റോറേജ് ആണ് കേട്ടോ. ഈ റോമിന്റെ അകത്തുള്ള ഡാറ്റ നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും റോം എന്താണ്, നോൺ വോളറ്റൈൽ ആണ്, നോൺ വോളറ്റൈൽ ആണ്. ഈ പ്രൈമറി മെമ്മറിയിലുള്ളത് പ്രധാനമായിട്ടും റാം ആണ് വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അത് വോളറ്റൈൽ എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ അകത്തുള്ള ഒരു കുഞ്ഞു മെമ്മറി ആയിട്ടുള്ള റോം നോൺ വോളറ്റൈൽ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്പ്യൂട്ടർ സ്റ്റാർട്ടായി വരാനുള്ള പ്രോഗ്രാമുകളാണ്, അത്രയും ചെറിയ പ്രോഗ്രാമുകൾ മാത്രമാണ് എന്തിന്റെ അകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക, റോമിന്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. വായിച്ചു നോക്കാം. The contents of ROM are permanent in nature, so it is a non-volatile memory. It is a non-volatile memory. It includes operating instructions which contains system software, BIOS, etc. ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്, അതായത് BIOS എന്ന് പറയുന്ന ഒരു ടേം.
എന്താണ് ബയോസ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നോക്കാം, ശ്രദ്ധിക്കുക. ബയോസിന്റെ മുഴുവൻ രൂപം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ശ്രദ്ധിക്കുക, ബൂട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബയോസ്. അപ്പോ നമ്മൾ അവിടെ ഒരു എക്സ്ട്രാ ടൈം പഠിച്ചു, ബൂട്ടിംഗ് എന്ന് പറഞ്ഞ ടൈം പഠിച്ചു. എന്താണ് ബൂട്ടിംഗ്? നമ്മൾ നേരത്തെ പറഞ്ഞു റാമിന്റെ അകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലുകൾ ആദ്യമേ റാമിന്റെ അകത്ത് കാണില്ല, കാര്യം ഇത് വോളറ്റൈൽ മെമ്മറിയാണ്, പവർ ഓഫ് ആയി കഴിയുമ്പോൾ ഡാറ്റ നഷ്ടപ്പെടുന്നു. അപ്പൊ ഈ ഹാർഡ് ഡിസ്കിൽ നിന്ന്, ശ്രദ്ധിക്കണേ, ഹാർഡ് ഡിസ്കിൽ നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലുകൾ റാമിലേക്ക് ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബൂട്ടിംഗ് എന്ന് വിളിക്കുക. ശ്രദ്ധിക്കണേ, ഹാർഡ് ഡിസ്കിൽ നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലുകൾ റാമിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ബൂട്ടിംഗ്. ഈ ബൂട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ബയോസ്. ബയോസ് എന്തിൻ്റെ അകത്താണ് ഉള്ളത്? റോമിന്റെ അകത്താണ് ഉള്ളത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ബൂട്ടിംഗ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഹാർഡ് ഡിസ്കിൽ നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലുകൾ റാമിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രക്രിയയാണ് ബൂട്ടിംഗ്. ഈ ബൂട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബയോസ്. ബയോസിന്റെ മുഴുവൻ രൂപം ബേസിക് ഇൻപുട്ട് സിസ്റ്റം ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ്. അത് ഏതിന്റെ അകത്താണ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്? റോമിന്റെ അകത്താണ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി മനസ്സിലാക്കുക, ഈ ബൂട്ടിംഗ് പൊതുവെ രണ്ട് തരത്തിലുണ്ട് കേട്ടോ. ഒന്നാമത്തത് കോൾഡ് അല്ലെങ്കിൽ ഹാർഡ് ബൂട്ടിംഗ് ആണ്. ഏതാണ്? കോൾഡ് അല്ലെങ്കിൽ ഹാർഡ് ബൂട്ടിംഗ്. രണ്ടാമത്തത് വാം അല്ലെങ്കിൽ സോഫ്റ്റ് ബൂട്ടിംഗ് ആണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കുക. ശ്രദ്ധിക്കുക, ഒരു കമ്പ്യൂട്ടർ കുറെ സമയത്തേക്ക് ഓഫ് ആയിരുന്നു, അത് ആദ്യമായിട്ട് നമ്മൾ ഓൺ ചെയ്യാണ്. അപ്പം നടക്കുന്ന ബൂട്ടിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കോൾഡ് അല്ലെങ്കിൽ ഹാർഡ് ബൂട്ടിംഗ് എന്ന് വിളിക്കുക. എന്നാൽ ഓൾറെഡി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ അത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് കരുതുക, അപ്പൊ നടക്കുന്ന ബൂട്ടിങ്ങിനെയാണ് വാം അല്ലെങ്കിൽ സോഫ്റ്റ് ബൂട്ടിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ രണ്ട് ബൂട്ടിംഗ് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. എന്താണ് കോൾഡ് അല്ലെങ്കിൽ ഹാർഡ് ബൂട്ടിംഗ്? കുറെ സമയത്തേക്ക് പവർ ഓഫ് ആയിരുന്ന ഒരു കമ്പ്യൂട്ടർ ആദ്യമായിട്ട് ഓൺ ചെയ്യുമ്പോൾ നടക്കുന്ന ബൂട്ടിങ്ങിനെയാണ് കോൾഡ് അല്ലെങ്കിൽ ഹാർഡ് ബൂട്ടിംഗ് എന്ന് വിളിക്കുക. എന്നാൽ ഓൾറെഡി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ അത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നടക്കുന്ന ബൂട്ടിങ്ങിനെയാണ് നമ്മൾ വാം അല്ലെങ്കിൽ സോഫ്റ്റ് ബൂട്ടിംഗ് എന്ന് വിളിക്കുക. ഓക്കെ ആണേ? അപ്പൊ ഈ ബൂട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ബയോസ്. ബയോസ് എന്തിന്റെ അകത്തുള്ളതാണ്? ഈ പറയുന്ന റോമിന്റെ അകത്ത് ഉള്ളതാണ്. ഇനി ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ഈ ബയോസ് ഒരു ടെസ്റ്റ് നടത്തും കേട്ടോ. ആ ടെസ്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെസ്റ്റിന്റെ പേരാണ് പോസ്റ്റ്. പോസ്റ്റിന് മുഴുവൻ രൂപം എന്തുവാ? പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. എന്തുവാണ്? പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. മറന്നു പോകണ്ട. കമ്പ്യൂട്ടർ ഓൺ ആകുമ്പോൾ ബയോസ് നടത്തുന്ന ടെസ്റ്റിന്റെ പേരാണ് പോസ്റ്റ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. അതായത് കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള കോമ്പണൻസ് എല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കമ്പ്യൂട്ടർ ഉറപ്പിക്കുന്ന ടെസ്റ്റ് കൂടിയാണ് ഈ പറയുന്ന പോസ്റ്റ് അല്ലെങ്കിൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ഓക്കെ ആണേ? സെറ്റ് ആണേ? അപ്പൊ അത്രയും കാര്യങ്ങളായി. ഇനി ശ്രദ്ധിക്കുക, ഇതിന്റെ അകത്ത് ബയോസ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമ്മൾ പഠിച്ചു. ഇനി എ യൂസർ കനോട്ട് റൈറ്റ് ഇൻ ടു റോം, അതായത് അത് റീഡ് ഓൺലി മെമ്മറിയാണ്, അതിലേക്ക് നമുക്ക് ഡാറ്റയൊന്നും റൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ശ്രദ്ധിക്കുക, റോം ചിപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളുടെ കൂട്ടത്തെ എല്ലാത്തിനെയും കൂടെ ചേർത്ത് നമുക്ക് ഫേംവെയർ എന്ന് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. റോം ചിപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമുകൾ എല്ലാത്തിനെയും കൂടെ ചേർത്ത് നമുക്ക് എന്ത് വിളിക്കാം? ഫേംവെയർ എന്ന് വിളിക്കാം. ഈ ഫേംവെയറിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ബയോസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ബൂട്ട് സ്ട്രാപ്പ് ലോഡർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അല്ലെ. ബൂട്ടിങ്ങിന്റെ ഓർഡർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. അപ്പൊ ബയോസ്, ബൂട്ട് സ്ട്രാപ്പ് ലോഡർ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളാണ് ഇതിന്റെ അകത്ത് ഉണ്ടാവുക, ഫേംവെയറിന്റെ അകത്ത് ഉണ്ടാവുക. In a ROM, instructions are stored at the time of manufacturing. Such instructions stored in ROM is called firmware. റോം നിർമ്മിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കുറെ പ്രോഗ്രാമുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫേംവെയർ എന്ന് വിളിക്കുക. ഇനി റോം കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ കമ്പ്യൂട്ടർ ടു സ്റ്റാർട്ട് ഇറ്റ്സ് ഓപ്പറേഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്പ്യൂട്ടർ പ്രവർത്തിച്ച് തുടങ്ങാൻ, അതായത് ബൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക, റോമിന്റെ അകത്ത് ഉണ്ടാവുക. എന്നാൽ നമ്മൾ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ അത്യാവശ്യം വേണ്ട ഫയലുകളാണ് ഇതിന്റെ അകത്ത് ഉണ്ടാവുക, റാമിന്റെ അകത്ത് ഉണ്ടാവുക. ആ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതേ അടുത്തൊരു പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. ബൂട്ടിങ്ങിന്റെ ഓർഡർ ഒക്കെ ക്രമീകരിക്കുന്നതാണ്. അതായത് ഏത് ഡിസ്കിൽ നിന്നാണ് ബൂട്ട് ചെയ്ത് തുടങ്ങേണ്ടത് ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. ഈ ബൂട്ട് സ്ട്രാപ്പ് ലോഡറും എന്തിന്റെ അകത്ത് തന്നെയാണുള്ളത്? റോമിന്റെ അകത്ത് തന്നെയാണുള്ളത്. ബയോസ് ആയിക്കോട്ടെ, ബൂട്ട് സ്ട്രാപ്പ് ലോഡർ ആയിക്കോട്ടെ, എല്ലാം റോമിന്റെ അകത്താണ് ഉള്ളത്. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോമും കൂടെ നമുക്കൊന്ന് പഠിച്ചാൽ മതി. അതിൽ ആദ്യത്തത് എം റോം ആണ്. ശ്രദ്ധിക്കണേ, എം റോം അല്ലെങ്കിൽ മാസ്ക് റോം എന്ന് പറയും. എം റോം അല്ലെങ്കിൽ മാസ്ക്ഡ് റോം. ഇതിപ്പോ നമ്മൾ പറഞ്ഞ കാറ്റഗറിയാണ്. അതായത് അതിലേക്ക് നമുക്ക് യൂസറിന് ഡാറ്റ ഒന്നും റൈറ്റ് ചെയ്യാൻ പറ്റില്ല. ആ റോം മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കുറെ പ്രോഗ്രാമുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എം റോം അല്ലെങ്കിൽ മാസ്ക്ഡ് റോം എന്ന് വിളിക്കുക. ഇനി അടുത്തത് പ്രോം ആണ്. പ്രോമിന്റെ മുഴുവൻ രൂപം പ്രോഗ്രാമബിൾ റോം എന്നാണ്, അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ്. ശ്രദ്ധിക്കുക, ഇത് ബ്ലാങ്ക് ചിപ്പാണ്. യൂസറിന് ഒരു തവണ മാത്രം, ഓൺലി വൺ ടൈം, യൂസറിന് ഒരു തവണ മാത്രം ഡാറ്റ സംഭരിക്കാൻ കഴിയുന്ന റോമുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്രോം എന്ന് വിളിക്കുക, അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് വിളിക്കുക.
ഇനി അതിന്റെ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് രൂപമുണ്ട് EEPROM അല്ലെങ്കിൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അവിടെ പ്രോഗ്രാം ചെയ്യാമെന്ന് മാത്രമല്ല, അതിലുള്ള പ്രോഗ്രാമിനെ വേണമെങ്കിൽ ഇറേസ് ചെയ്ത് കളഞ്ഞ് പുതിയത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഡാറ്റ ഇറേസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള റോമുകളാണ് EEPROMകൾ അല്ലെങ്കിൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയാം. ഇനി ശ്രദ്ധിക്കുക, അവിടെ ഡാറ്റ ഇറേസ് ചെയ്ത് കഴിയുന്നത് അൾട്രാ വയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ UV ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. നമുക്കറിയാം നമ്മുടെ സൺലൈറ്റിലൊക്കെ ഉണ്ട് ഇത് UV ലൈറ്റ്. നമ്മുടെ ബോഡിക്ക് അത് ഹാംഫുൾ ആണ്. സ്ഥിരമായിട്ട് ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ക്യാൻസർ പോലെയുള്ള ഡിസീസസ് ഉണ്ടാവും. പക്ഷേ ഇത് നമ്മൾ വേറെ പല ആവശ്യങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ വാട്ടർ പ്യൂരിഫയറിൽ ഉപയോഗിക്കാറുണ്ട്, ഫേക്ക് കറൻസീസ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഓർക്കുക, EEPROMൽ ഡാറ്റ ഇറേസ് ചെയ്യുന്നതും ഏത് ഉപയോഗിച്ചിട്ടാണ്? അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇനി കുറച്ചുകൂടെ റോമുകളുണ്ട്, നമുക്ക് പഠിക്കാം. അടുത്തത് ഡബിൾ EEPROM ആണ്, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഡബിൾ EEPROM എന്ന് പറയുമ്പോൾ എന്തുവാ? ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അപ്പൊ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇതിൽ ഡാറ്റ ഇറേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് പൾസസ് ആണ്. ഇലക്ട്രിക് പൾസസ് അല്ലെങ്കിൽ വൈദ്യുതി എന്ന് നമുക്ക് പറയാം. വൈദ്യുതി അല്ലെങ്കിൽ വൈദ്യുത സിഗ്നലുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് പൾസസ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ ഇറേസ് ചെയ്ത് കളയാൻ കഴിയുന്ന തരത്തിലുള്ള റോം ചിപ്പുകളാണ് ഡബിൾ EEPROM ചിപ്പുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇനി ശ്രദ്ധിക്കുക, ഈ ഡബിൾ EEPROM ചിപ്പുകളാണ് സാധാരണയായിട്ട് നമ്മൾ ഫ്ലാഷ് മെമ്മറിക്കകത്ത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫ്ലാഷ് മെമ്മറിക്കകത്ത് ഉപയോഗിക്കുന്നത്. ഈ ഫ്ലാഷ് മെമ്മറിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇനി പഠിക്കും കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കുക, ഫ്ലാഷ് മെമ്മറി എന്ന് പറയുമ്പോൾ അതിനകത്ത് പെൻ ഡ്രൈവ്, SD കാർഡ്, അതേപോലെ SSD, ഇങ്ങനെ പുതിയ ഡിവൈസുകളെല്ലാം തന്നെ ഫ്ലാഷ് മെമ്മറിയാണ്. അപ്പൊ ഈ ഫ്ലാഷ് മെമ്മറിക്കകത്ത് ഉപയോഗിക്കുന്നതും ഏത് തരം ചിപ്പുകളാണ്? ഡബിൾ EEPROM ചിപ്പുകളാണ് അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ചിപ്പുകളാണ്. ഇനി അതുകൂടാതെ വേറൊരു കാറ്റഗറി കൂടെ ഉണ്ട്, ഫ്ലാഷ് EEPROM എന്ന് പറഞ്ഞ ഫ്ലാഷ് ഡബിൾ EEPROM എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി കൂടെ ഉണ്ട്. ഇതിന്റെ പ്രത്യേകത നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ ഡബിൾ EEPROM. ഇൻസ്റ്റെഡ് ഓഫ് ഇറേസിംഗ് 1 bit at a time, it erases a block or the entire chip. അതായത് ഈ ഫ്ലാഷ് ഡബിൾ EEPROM എന്ന് പറയുന്നത് സാധാരണ ഡബിൾ EEPROMകളെക്കാളും ഇത്രയോടെ ഫാസ്റ്റർ ആണ്. കാരണം സാധാരണ ഡബിൾ EEPROM ചിപ്പുകളിൽ ഓരോ ബിറ്റ് വെച്ചിട്ടാണ് ഇറേസ് ചെയ്യുന്നത്. എന്നാൽ ഇതൊരു എൻ്റയർ ബ്ലോക്കോ അല്ലെങ്കിൽ ആ ചിപ്പ് മൊത്തമായിട്ടാണ് ഒറ്റയടിക്ക് ഇറേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലാഷ് ഡബിൾ EEPROM കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ USB ഫ്ലാഷ് ഡ്രൈവ് എന്നൊക്കെ പറയും. അപ്പൊ അതിൻ്റെ അത് യൂസ് ചെയ്യുന്നത് ഫ്ലാഷ് ഡബിൾ EEPROM ചിപ്പുകളാണ്. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, ശരി. അപ്പോൾ പ്രൈമറി മെമ്മറിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ റാം എന്താണ്, റോം എന്താണ്, അതിന്റെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ എന്തൊക്കെയാണ്, അതിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റാം റോം ഏതൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ക്യാഷ് മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊരു ഹൈ സ്പീഡ് മെമ്മറിയാണ്, റാമിന്റെയും CPU-ന്റെ ഇടയിലുള്ള ഒരു മെമ്മറിയാണ്. അത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ വിർച്വൽ മെമ്മറി, മെമ്മറി യൂണിറ്റുകൾ, ഇതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത സെഷനിൽ, അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട് ഇത് ഒരു പരിധിയിൽ കൂടുതൽ നമുക്കത് വലുതാക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കത് ആൾക്കാർക്ക് വ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇന്ന് റാമും റോമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നോട്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക. നല്ല കണ്ടന്റ് ആണ്, റയർ ഫാക്ടുകളൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും എവിടെയെങ്കിലുമൊക്കെ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.